ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീസെന്റ് ഞാൻ നൈക്കയിൽ നിന്നും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെയാണ് നൈക്കയിൽ നിന്നും ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് എല്ലാം എനിക്ക് റിസീവായി ഡെലിവറായി കിട്ടിയത്. സോ ഞാൻ വിചാരിച്ചു ആ ബോക്സസ് എല്ലാം അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന്. ബിക്കോസ് ഈ പറയുന്ന, അതായത് ഈ കാണിക്കാൻ പോകുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം തന്നെ ഭയങ്കര അഫോർഡബിളും പക്ഷെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ കാണിച്ച് തന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് അത് അൺബോക്സ് ചെയ്യാം. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ലൈക്ക് ഞാൻ നൈക്കിയിൽ നിന്നും അഫോർഡബിൾ ആയിട്ട് മേടിച്ചിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സിന്റെ അൺബോക്സിംഗ് ആണ്. സോ ഞാൻ എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് നമുക്ക് ഒരുമിച്ച് പെട്ടിയെല്ലാം അൺബോക്സ് ചെയ്ത് കാണാം. സോ ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ നിങ്ങളെ പോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം ഡയറക്ട്ലി കാണാൻ വേണ്ടിയിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത്. സോ ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഈ രണ്ട് ബോക്സസിലുമാണ് ഞാൻ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഉള്ളത്. ആക്ച്വലി ഓർഡർ ആക്കിയിട്ട് ഒരാഴ്ചയായി, പക്ഷെ ഇന്നലെ എന്റെ കയ്യിൽ ഡെലിവറായി കിട്ടിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഡയറക്ട്ലി കാണാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ലെങ്കിലും എനിക്ക് ഈ പെട്ടി പൊട്ടിക്കുന്ന സമ്പ്രദായം, അതായത് ഈ പെട്ടി പൊട്ടിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ എന്ത് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, കാരണം അതിനകത്തുള്ള പ്രോഡക്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയും ഭയങ്കര എക്സൈറ്റ്മെന്റും കൊണ്ട് ഈ ഒരു അൺബോക്സിംഗ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം ഗൈസ്. സോ നമുക്ക് ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബൈ ദ ബൈ, എന്റെ ഹെയർ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആക്ച്വലി ഈ റെഡ് കളർ ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യണോ വേണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ലൈക്ക് റീസെന്റ്ലി തൊട്ട് ഈ ഒരു ഹെയറിനോട് ഞാൻ ഭയങ്കരമായിട്ടും ഇഷ്ടമായി തുടങ്ങി എനിക്ക്. കാരണം ആ ഒരു ബ്രൗൺ കളറിലെ പണ്ട് തൊട്ട് നമ്മൾ ചെയ്ത് അത് കണ്ട് ഇപ്പം വേറൊരു കളറിലോട്ടായപ്പോൾ ടോട്ടൽ ആ ഒരു ലുക്കിൽ ഒരു ചേഞ്ച് വന്നതുപോലെ പേഴ്സണലി എനിക്ക് ഫീൽ ആയി. ആൻഡ് ഓൾസോ ചിലപ്പോൾ കാണുന്നവർക്ക് ഇതൊരു ഓവർ കളറായിട്ട് തോന്നാം, പക്ഷെ എനിക്കിത് എനിക്ക് ഓക്കെ ആയിട്ട് എനിക്ക് നല്ല ചേരുന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് കീപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഭയങ്കര എന്താ പറയാ, ഒരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കാണ് എനിക്ക് തരുന്നതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട്. റീസെന്റ് തൊട്ട് ഈ ഒരു കളറിന്റെ ഭയങ്കര ഫാനായി മാറി. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്തായാലും ഞാൻ ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ച് നാൾ കൂടെ ഒന്ന് കണ്ട് ബോർ അടിക്കുന്നത് വരെ ഇത് കീപ്പ് ചെയ്യാം. അതിനുശേഷം കളർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഇത് കളറൊന്നും മാറ്റാതെ ഞാൻ കീപ്പ് ചെയ്യുന്നത്. സോ ഞാൻ ഒട്ടും പറഞ്ഞ് ഡിലേ ആക്കുന്നില്ല. അപ്പൊ നമ്മുടെ ബോക്സുകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. സോ ആദ്യം നമുക്ക് ഈ ഒരു വലിയ ബോക്സ് തന്നെ അൺബോക്സ് ചെയ്യും. അതിനുശേഷം ഈ കുഞ്ഞു ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യും. അപ്പൊ ഫസ്റ്റ് ബോക്സ് ഞാൻ കുറെ സാധനങ്ങൾ, ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ തന്നെ മറന്നുപോയി ഗൈസ്. എങ്കിലും നമുക്ക് ആപ്പിൽ കയറിയിട്ട് നമുക്ക് എന്തൊക്കെയാ ഓർഡേഴ്സ് എന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെങ്കിലും ഞാൻ നോക്കുന്നില്ല. എന്തൊക്കെയോ ഞാൻ എനിക്ക് കണ്ണിൽ കണ്ടത് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്, ഓവർ പ്രൈസ്ഡ് ഒന്നും അല്ല. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സാധനങ്ങൾ എനിക്ക് മേടിക്കാൻ പറ്റി. ഓക്കെ, റീസെന്റ്ലി പിങ്ക് ഫ്രൈഡേ സെയിൽ നടന്നു. അപ്പോഴാണ് ഞാൻ മേടിച്ചത്. യെസ്, പിങ്ക് ഫ്രൈഡേ സെയിലിനാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന പരിപാടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതെന്തായത്, സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മാഴ്സിന്റെ ഒരു അടിപൊളി ഐഷാഡോ പാലറ്റ് ആണ്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഞാൻ ഓവറായിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ്, അതായത് ഭയങ്കര എറിച്ച കളറോ ഐഷാഡോ അല്ല ഞാൻ മേടിച്ചത്. ഐഷാഡോ പാലറ്റിൽ ഞാൻ നോക്കിയായിരുന്നു നല്ല ന്യൂഡ് കളേഴ്സും പിന്നെ കുറച്ച് ഗ്ലിറ്ററി ഷെയ്ഡൊക്കെ ഉള്ള ഐഷാഡോ ഞാൻ ഇങ്ങനെ തപ്പി ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഷെയ്ഡ് ഓഫ് ഐഷാഡോ പാലറ്റ്. അപ്പോ ഈ ഒരു ഷെയ്ഡ് ഭയങ്കര, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് കേട്ടോ. നല്ലൊരു സട്ടിൽ ആയിട്ടുള്ളൊരു മേക്കപ്പിനൊക്കെ ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സോ ഇതാണ് ഗൈസ് ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് മാഴ്സിന്റെ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്ന ന്യൂഡ് കളേഴ്സ് ഐഷാഡോ പാലറ്റ് ആണ്. ന്യൂഡ് കളേഴ്സ് മാത്രമല്ല, 1-2 ഡാർക്കർ ഷെയ്ഡും ഉണ്ട് ആൻഡ് ഓൾസോ ഗ്ലിറ്റർ ഷെയ്ഡും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഐഷാഡോ പാലറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. സോ എന്തായാലും ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഐഷാഡോ പാലറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. 12 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ഇതിലുണ്ട്. 12 ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് ഇതിലുള്ളത്. ആൻഡ് ഇതിന്റെ റേറ്റ് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു 300-നകത്ത്, അതായത് 250 to 300 ആ ഒരു റേഞ്ചിനകത്തേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ
ബ്യൂട്ടിഫുൾ 12 ഷെയ്ഡും ഉണ്ട്. ബ്യൂട്ടിഫുൾ ആണ് എല്ലാ ഷെയ്ഡും. നമ്മുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐ മേക്കപ്പ് ഒക്കെ ചെയ്തെടുക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇത് വേർത്ത് ആണ്. നമുക്കിത് അങ്ങനെ തന്നെ അടച്ചു വെക്കാം. ഇപ്പൊ ഇതൊന്നും ഞാൻ യൂസ് ആക്കുന്നില്ല. ഇതൊക്കെ യൂസ് ആക്കി ഇതൊക്കെ വെച്ചിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതാണ്. സോ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഒരു കുറച്ച് വലിയ പ്രോഡക്റ്റ്. എന്താ പ്രോഡക്റ്റ്? ഇതെന്താ? ഇപ്പൊ നോക്കാം എന്താണെന്ന്. ഓക്കെ, 3 പ്രോഡക്റ്റ് ഒരുമിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാക്കിന്റെ പൗഡർ ആണ്. പൗഡർ എന്ന് വെച്ചാൽ ലൂസ് പൗഡർ ആണ്. പാക്കിന്റെ ബനാന പൗഡർ ആണ്. സോ ഇത് വന്നിട്ട് HD പൗഡർ മിനി ബനാന എന്ന് പറഞ്ഞിട്ട് 245 രൂപയാണ് ഈ ഒരു ബനാന പൗഡറിന് എനിക്ക് ആയിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ മേടിച്ച് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി. അതായത് നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്താലും ഈ ഒരു ബനാന പൗഡർ, ഈ പാക്കിന്റെ ഈ ഒരു ബനാന പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒരു 24 hours അത് അങ്ങനെ തന്നെ സെറ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ എത്ര കണ്ടിങ്ങനെ വയർത്താലും സെറ്റൊക്കെ ആയാലും അത് ഭയങ്കര രീതിക്ക് നമ്മുടെ മേക്കപ്പ് സ്പ്രെഡ് ആക്കുകയോ ഭയങ്കര ബോറാക്കുകയോ ചെയ്യില്ല. നല്ല രീതിക്ക് അത് സെറ്റ് ചെയ്ത് ഇരിക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞാനിത് റീപർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റ്. എന്റെ കയ്യിലിരുന്നത് കഴിഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർഡർ ചെയ്തതായിരുന്നു ഈ ഒരു പാക്കിന്റെ ബനാന പൗഡർ. അപ്പൊ ഇത് ഭയങ്കര വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ അടുത്തത് വന്നിട്ട് അഗെയിൻ ഈ ഒരു പ്രോഡക്റ്റും ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇത് ഫേസസ് കാനഡയുടെ മേക്കപ്പ് ഫിക്സർ ആണ്. മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ ആണ്. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ, നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് തവണ യൂസ് ആക്കിയിട്ടുണ്ട്. കാരണം ഇത് മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8-9 മാസത്തേക്ക് എനിക്കിത് ഒരൊറ്റ ബോട്ടിൽ കൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസസ് കാനഡയുടെ ഈ ഒരു മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ് പേഴ്സണലി ഫീൽ ആവുന്നതെന്ന് വെച്ചാൽ ഒരു 24 hours എബവ്, അതായത് ഇപ്പൊ ഞാൻ രാവിലെ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ പുറത്തോട്ട് പോകുമ്പോഴുള്ള മേക്കപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഓഫീസിലേക്കൊക്കെ പോകുമ്പോഴുള്ള മേക്കപ്പ് ചെയ്യുന്നത് ഒരു 8-9 മണിക്കായിരിക്കും. ഞാൻ തിരിച്ച് വൈകുന്നേരം വീട്ടിൽ ഒരു 7-8 മണിക്ക് തിരിച്ചു വരുമ്പോഴും എന്റെ മേക്കപ്പ് അതുപോലെ ലാസ്റ്റ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ. അപ്പൊ ഇതുകൊണ്ട് ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തൊരു പ്രോഡക്റ്റ് ആണ്. സോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു സ്പോൺസർഡ് വീഡിയോ അങ്ങനെ ഒരു വീഡിയോ അല്ല. ഇതിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആക്ച്വലി ഞാൻ നേരത്തെ യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആണ് എന്ന് തോന്നിയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രമേ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സും പിന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ട് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ ഈ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി അടുത്തത് വന്നിട്ട് ഇതൊരു മാഴ്സിന്റെ ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെയും യൂസ് ആക്കി നോക്കിയിട്ടില്ലാത്തതാണ്. ഇത് എങ്ങനെ ഇരിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു മാഴ്സിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഭയങ്കര രീതിക്കുള്ള കവറേജ് തരുന്നതായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ, ഒരുപാട് ആൾക്കാരുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾ കവറേജ്, അതായത് നമ്മളിപ്പോ കൺസീലർ ഒന്നും ഇട്ടില്ലെങ്കിൽ കൂടെ തന്നെ കളർ കറക്ടറോ കൺസീലറോ ഒന്നും ഇട്ടില്ലെങ്കിലും തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമായിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഫുൾ കവറേജ് ആണ് ഇത് തരുന്നതെന്ന് ഒരുപാട് വീഡിയോസിൽ കണ്ട് ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ ഇപ്പോൾ എനിക്ക് അറിയില്ല. ബിക്കോസ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മുൻപേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഓക്കെ ആണോ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ യൂസ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ അപ്പൊ നമുക്ക് അറിയാലോ ഈ ഒരു പ്രോഡക്റ്റ് ഈ പറയുന്നത് പോലെ ഫുൾ കവറേജ് നമുക്ക് തരുന്നുണ്ടോ ഇല്ലയോ, യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. ഇതിൽ SPF 50 PA+++, അതുകൊണ്ട് തന്നെ ഇത് UV പ്രൊട്ടക്ഷൻ ഒക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എന്റെ ഷെയ്ഡ് വന്നിട്ട്, എന്റെ ഷെയ്ഡ് ഏതാ, ഷെയ്ഡ് ഇതിൽ എഴുതിയിട്ടില്ലേ. ആക്ച്വലി ഷെയ്ഡൊക്കെ 07 ആണ് എന്റെ ഷെയ്ഡ്. മാഴ്സിന്റെ 07 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് എനിക്ക്. ഇത് സ്യൂട്ടബിൾ, എനിക്ക് ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ വിർച്വൽ ഇമേജ് വെച്ചിട്ട് ഞാൻ നോക്കി എന്റെ ഫേസിന് സ്യൂട്ടബിൾ ആണ് എന്ന് കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു 07 എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിനി എന്റെ ഷെയ്ഡ് തന്നെയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. സോ ഇത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടായിരിക്കും ഞാനിത് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നത്. സോ ഇതാണ് ഞാൻ നെക്സ്റ്റ് മേടിച്ച ഈ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ഇതിലൊന്നുമില്ലേ. പിന്നെന്താ, ബില്ല് കിടപ്പുണ്ട്. സ്വാഭാവികം നമ്മൾ മേടിച്ച ഈ പ്രോഡക്ട്സിന്റെ എല്ലാം വലിയൊരു ബില്ല്. ഓക്കെ, അതിനുശേഷം ഇതെന്താ,
ഇത് വെറും പേപ്പറാണ് ഗൈസ്, ഇതിനകത്ത് ഒന്നുമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു ബോക്സും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നേരത്തെ കണ്ടതായിരുന്നു വലിയ ബോക്സ്, ഇനിയുള്ളത് ചെറിയ ബോക്സ് ആണ്. അപ്പൊ ഈ ഒരു ചെറിയ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇനിയും പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഊഹം, ഇത്രയും മാത്രമല്ല. സോ ഈ ഒരു ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ആക്ച്വലി ഞാൻ മറന്നുപോയി ഞാൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. സോ അടുത്ത ബോക്സിലും ഇതുപോലെ അകത്തുള്ളത് ഒരു ബില്ലാണ്. ഇതല്ലാതെ പ്രോഡക്റ്റ് അല്ലാതെ പിന്നെ അഗൈൻ ഇതിലും ഒരു വലിയ സൈസിലുള്ള ബില്ലാണ് ഉള്ളത്. സോ യാ, ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. സോ യാ, ഇതിനകത്ത് ഫേസസ് കാനഡയുടെ ഒരു കംഫി മാറ്റ് ലിപ് കളർ വിത്ത് ഹൈലറോണിക് ആസിഡ്. അപ്പൊ ഫേസസ് കാനഡയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്. സോ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡ് ആയിരുന്നു എന്നൊന്നും എനിക്ക് ആക്ച്വലി ഞാനിങ്ങനെ കണ്ട് സ്ക്രോൾ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ കുറെ റിവ്യൂസ് ഒക്കെ ഉള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ്. ആക്ച്വലി ഇത് ഏത് കളറാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്താ പറയാ, യാ, സോ ഇത് ഏത് ഷെയ്ഡ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതിനെ നോക്കണം. സോ കളർ വന്നിട്ട് യാ, ദിസ് ഈസ് ദ കളർ. നമുക്ക് നോക്കാം. അതെ, വേണ്ട, നമുക്ക് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ആക്ച്വലി ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത് കൊണ്ട് ഇതിന്റെ പുറത്തൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല. സോ ഈ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇനി വൈപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. അതിനുശേഷം ഓക്കെ ആണ്, അടിപൊളിയാണെന്നുണ്ടെങ്കിൽ റിവ്യൂസ് ഞാൻ തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. ഇതും അഗൈൻ ഞാൻ ഇതുവരേക്കും പർച്ചേസ് ചെയ്തിട്ടില്ല, ഇതെന്റെ ഫസ്റ്റ് ടൈം പർച്ചേസ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഓൾസോ ഫേസസ് കാനഡയുടെ. ആക്ച്വലി ഇതിന് ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. പക്ഷെ ഇത് എന്റെ സ്കിൻ ടോണിന് ഓക്കെ ആയിട്ടുള്ള കളറ്, കാഴ്ചയിൽ ഓക്കെ ആണ്. ഇനി ഒരു ലിപ്സ്റ്റിക് ഒക്കെ വൈപ്പ് ചെയ്ത് നോക്കി ഇത് അപ്ലൈ ചെയ്ത് നോക്കിയാലേ എനിക്കിത് ഓക്കെ ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഓഫ് ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. സോ ഇതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഇൻസൈഡ് ബ്ലഷർ. ആക്ച്വലി ഇത് കുറച്ച് പഴയ പ്രോഡക്റ്റ് മീൻസ് ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. ആക്ച്വലി ഇത് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഈ ഒരു ഷെയ്ഡ് ഇല്ലായിരുന്നു. പക്ഷെ നേരത്തെ ഞാൻ ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ വേറെ ബ്ലഷസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഷെയ്ഡ് ഓഫ് കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും എപ്പോഴും. പക്ഷെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് 02 റാസ്ബെറി ജെലാറ്റോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ആണ്. ആക്ച്വലി ഇത് എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇന്നാള് റീസെന്റ്ലി ഞാൻ നോക്കിയ സമയത്ത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ച ഒരു ബ്ലഷ് ആണ്. ആൻഡ് ഈ ഒരു ക്രീം ബ്ലഷ് ഈ ഒരു റേഞ്ച് ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 60-70 രൂപ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത്. വെറും 60-70 ഈ ഒരു ബ്ലഷിന്. ആക്ച്വലി ഈ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഈ ഒരു ക്രീം ബ്ലഷ് ഞാൻ ഇതുവരെ യൂസ് ആക്കി നോക്കിയിട്ടില്ല, ഇതിന്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ്. പക്ഷെ ഇത് നോക്കിക്കേ ഗൈസ്, ഈ ഒരു പിഗ്മെന്റേഷൻ അടിപൊളിയായിട്ടുണ്ട്. എന്റെ സ്കിൻ ടോണിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ബിക്കോസ് നോക്കിക്കേ ഗൈസ്, എന്റെ സ്കിൻ ടോണിന് നല്ല രീതിക്ക് ഈ ഒരു ഷെയ്ഡ് ഓഫ് ബ്ലഷ് ചേരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാം, കണ്ടില്ലേ? ഈ ഒരു ഷെയ്ഡ് ആക്ച്വലി എന്റെ സ്കിൻ ടോണിന് ഭയങ്കര രീതിക്ക് ഇത് നല്ല സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇതെന്തായാലും വേർത്ത് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി ഭയങ്കര സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. 60-70 രൂപ എന്തേ ആയിട്ടുള്ളൂ. ഞാൻ മേടിച്ച സമയത്ത് എപ്പോഴും ഇത് ഈ ഒരു റേഞ്ചിലായിരുന്നു. പക്ഷെ ഈ ഒരു 02 റാസ്ബെറി ജെലാറ്റോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. പക്ഷെ ഇപ്പം സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ മേടിച്ചതാണ്. എനിക്ക് വേർത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ആ ഒരു പിഗ്മെന്റേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് റിവ്യൂസ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, ഈ ഒരു ക്രീം ബ്ലഷ് ആക്ച്വലി ഇത്രയും സൂപ്പർ അഫോർഡബിൾ ആയിരുന്നിട്ടും ഞാൻ ഇതുവരെ മേടിച്ച് യൂസ് ആക്കി നോക്കിയിട്ടില്ല. ഇതെന്റെ ഫസ്റ്റ് ടൈം ട്രൈ ആണ്. ഭയങ്കര രീതിക്കുള്ള ഒരു ലോങ് ലാസ്റ്റിംഗ് പവർ ഈ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഈ ഒരു ബ്ലഷിനുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. സോ ഫസ്റ്റ് യൂസിൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് റിവ്യൂ ഞാൻ അറിയിച്ചേക്കാം. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതെന്താ,
മാഴ്സിന്റെ ഗ്ലോ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ഹൈലൈറ്റർ. ഇതും അഗെയിൻ ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റ് ആണ്, പക്ഷെ ഒരുപാട് റിവ്യൂസ് പോസിറ്റീവായിട്ട് കണ്ടത് കൊണ്ട് ഞാൻ മേടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു മാഴ്സിന്റെ ഗ്ലോ ഫ്ലൈ ലിക്വിഡ് ഹൈലൈറ്റർ. ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. കാരണം ഈ ഒരു ഗ്ലോ ഫ്ലൈ ലിക്വിഡ് ഹൈലൈറ്റർ എന്ന് പറയുന്ന ഈ മാഴ്സിന്റെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് അടിപൊളിയായിട്ടുള്ള എന്താ പറയാ നല്ല നല്ല റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര രീതിക്ക് നമ്മുടെ സ്കിൻ അങ്ങ് വെട്ടിത്തിളങ്ങുന്നതായിട്ടൊക്കെയാണ് ഒരുപാട് റിവ്യൂസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് കയ്യിൽ വന്ന് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാത്തിരുന്നു ഗൈസ്. ഓക്കെ, ഒരുപാടൊന്നുമില്ല, ഒരു 4-5 ദിവസം കാത്തിരുന്നു. ഓക്കെ, നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഗൈസ്, ഓ മൈ ഗോഡ്, അടിപൊളി പ്രോഡക്റ്റ് ആണ് ഗൈസ്. നോക്കിക്കേ ഗൈസ്, ആ ഒരു തിളക്കം, ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുമാണ്. മാത്രമല്ല നോക്കിക്കേ ഗൈസ്, ആ ഒരു ഗ്ലോ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടതാണ്. ഇത് ഫേസ് ട്രയൽ ചെയ്ത് തന്നെ വീഴ്ത്തി കളഞ്ഞു ഗൈസ്. അടിപൊളി പ്രോഡക്റ്റ് ആണ്. നല്ലൊരു, ഞാൻ ഭയങ്കര ഒരു കുഞ്ഞ് പമ്പ് മാത്രമേ, ഒരു 1-2 പമ്പ് മാത്രം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അപ്പോഴത്തേക്കും നല്ലൊരു ഹൈലൈറ്റിങ്, നല്ലൊരു ഗ്ലോയും ഷൈനിങ്ങും നമുക്ക് ഫേസിന് തരുന്നുണ്ട്. സോ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി കണ്ടിന്യൂസ് യൂസിൽ അറിയാൻ പറ്റും. സോ ഇത് വെച്ചിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഗൈസ്. സോ ഇതെന്തായാലും അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഷെയ്ഡ് 10 ml ബോട്ടിലാണ്. ആക്ച്വലി ഷെയ്ഡ് വന്നിട്ട് 02 ആണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. വിങ്ഡ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ്. ആക്ച്വലി ഈ ഒരു ഷെയ്ഡ് അല്ല, ഞാൻ വേറൊരു ഷെയ്ഡ് തപ്പി നോക്കിയപ്പോൾ അതിനെ കുറിച്ചിട്ടും ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടതുകൊണ്ട് അത് നോക്കി പോയപ്പോഴാണ് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഷെയ്ഡ് മേടിച്ചതാണ്, വിങ്ഡ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ്. എന്തായാലും എന്റെ സ്കിൻ ടോണിന് അടിപൊളി ഷെയ്ഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു ഗ്ലോ, വളരെ കുറച്ച് 1-2 പമ്പ് മാത്രം എടുത്ത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ എന്റെ ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് സൂപ്പർ പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബൈ ദ ബൈ നമുക്കിത് യൂസ് ആക്കി പിന്നെ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിപ് ലൈനർ ആണ്. സ്വിസ് ബ്യൂട്ടിയുടെ മാച്ച് ലിപ് ലൈനർ ആണ്. സോ ഇതിന്റെ ഷെയ്ഡും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഓൾറെഡി എല്ലാം ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് അറിയില്ല. ഈ ഒരു ലിപ്സ്റ്റിക്കില് ആക്ച്വലി ഇല്ലേ, ഞാൻ ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ കയ്യിൽ വരച്ചപ്പോ നല്ലൊരു ഡാർക്ക് കളർ, ഡാർക്ക് മെറൂൺ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എപ്പോഴും ലിപ് ലൈനർ ഡാർക്ക് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ലിപ് ലൈനേഴ്സ് എപ്പോഴും ഡാർക്കേ എനിക്ക് ഇഷ്ടമുള്ളൂ. ബിക്കോസ് ഈ പറയുന്ന നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിപ് കോമ്പോസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. എനിക്ക് എപ്പോഴും ഞാൻ ഡാർക്ക് ലിപ് ലൈനർ മാത്രമേ മേടിക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്കെന്തോ പേഴ്സണലി ലൈറ്റർ ഷെയ്ഡ് ഓഫ് ലിപ് ലൈനറിനോട് താല്പര്യമില്ല. റെഡ് ഷെയ്ഡ് ഓഫ് ലിപ് ലൈനറിനോടും താല്പര്യമില്ല. നല്ല ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ബ്ലാക്ക് പോലത്തെ ഷെയ്ഡോ, ഈവൻ കാജൽ വരെ ഞാൻ എന്റെ ലിപ് ലൈനർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അത്രയ്ക്ക് ഡാർക്ക് ലിപ് ലൈനർ ലവർ ആണ് ഞാൻ. സോ അതാണ് ഈ ഒരു പ്രോഡക്റ്റ്. കയ്യിൽ വരച്ചപ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ആൻഡ് ഓൾസോ നല്ലൊരു ഷെയ്ഡും ആണ്. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ വരുന്ന ഒരു വീഡിയോയിൽ ഞാൻ ഈ പ്രോഡക്റ്റ് എല്ലാം വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ ഗൈസ്. ആ ഒരു വീഡിയോയിൽ ഈ ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ യെസ് ഗൈസ്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇനി ബോക്സുകൾ മാത്രമാണ്. ബാക്കി ഇനി കുറച്ച് പേപ്പർ വേസ്റ്റസ് അല്ലാതെ ഇനി എന്റെ ബോക്സുകളിൽ ഒന്നുമില്ല. എല്ലാം ഞാൻ മേടിച്ചിട്ടുള്ള സിമ്പിൾ പ്രോഡക്ട്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഫോർഡബിൾ പ്രോഡക്ട്സ് ആണ്. ആ അഫോർഡബിൾ പ്രോഡക്ട്സിൽ തന്നെ ഞാൻ ഓൾറെഡി മേടിച്ച് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ്, നല്ല നല്ല കോമന്റ്സ് ഒക്കെ കണ്ടിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ അതും ഞാൻ വാങ്ങിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ ഇപ്പൊ ഞാൻ ഈ കാണിച്ച പ്രോഡക്ട്സ് എല്ലാം വെച്ചിട്ട് ഞാൻ ഒരു അടിപൊളി മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ക്രിയേറ്റ് ചെയ്യുന്ന മേക്കപ്പ് ലുക്ക് ഞാൻ വീഡിയോ ആയി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. മാത്രമല്ല ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും പ്രോഡക്ട്സ് കാണുമല്ലോ, ഡെഫിനറ്റ്ലി ചിലപ്പോൾ നമുക്ക് ഓക്കെ അല്ലാത്തതും, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഓക്കെ അല്ലാത്തതായിട്ട് ഇതിൽ ഉണ്ടോ എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഗൈസ്. ആൻഡ് ഇപ്പം അറ്റ് പ്രസന്റ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര വർത്ത് ആയിട്ട് തോന്നി. ഞാൻ മേടിച്ച പ്രോഡക്ട്സിലെല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി യൂസ് ചെയ്ത് നോക്കിയാലേ എനിക്ക് അറിയാവൂ. മാത്രമല്ല
നേരത്തെ കാണിച്ച ആ ഒരു മാഴ്സിന്റെ ഫൗണ്ടേഷൻ അതും എനിക്ക് യൂസ് ആക്കി നോക്കണം. കാരണം എന്റെ ഷെയ്ഡ് ആണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ആൻഡ് ഓൾസോ അത് ഞാൻ അൺബോക്സ് പോലും ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഫൗണ്ടേഷന്റെ റിവ്യൂവും ഞാൻ ഡെഫിനറ്റ്ലി ഇടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഗൈസ്. താങ്ക് യു ഫോർ ഓൾ ഓഫ് യുവർ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിങ് മീ. സോ ഞാൻ ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം മെയിൻ ആയിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ചാനൽ ഓൾറെഡി ഞാൻ ഗീവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ആൻഡ് ആ ഒരു ഗീവ് അവേ വീഡിയോയിൽ ഞാൻ നമ്മുടെ ചാനലിൽ എന്നാണോ 10K ഫോളോവേഴ്സ് കംപ്ലീറ്റ് ആകുന്നത് ആ ദിവസം ഞാൻ നമ്മുടെ ഗീവ് അവേ വിന്നറിനെ ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ലൈവിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ വിന്നറിനെ ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുന്നതായിരിക്കും. സോ എന്താണ് വിന്നറിനെ ഞാൻ അനൗൺസ്മെന്റ് ചെയ്യുന്ന ആ ഒരു ഡേറ്റ് ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നതായിരിക്കും. സോ കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. ആൻഡ് അടിപൊളിയായിട്ടുള്ള എക്സൈറ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ അത് മാത്രമല്ല, പിന്നൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണല്ലോ. സോ നമ്മുടെ ക്രിസ്മസിന് അടിപൊളിയായിട്ടുള്ള എക്സൈറ്റിംഗ് സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ഗീവ് അവേയും ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും ഗൈസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.